ഒരു പുസ്തകമുണ്ട്, ഒരു അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് പിടിച്ചുകൊണ്ടുപോയി കക്കയം ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ഉരുട്ടിക്കൊന്ന രാജൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ അച്ഛനായ ഈശ്വര വാര്യർ ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് തന്റെ മകൻ എവിടെയാണെന്ന് പോലും അറിയാതെ, തന്റെ മകൻ മരിച്ചോ, കക്കയം ക്യാമ്പിലെ പോലീസുകാർ അവനെ ഉരുട്ടിക്കൊന്നോ പീഡിപ്പിച്ചു കൊന്നോ പഞ്ചസാരയിട്ട് കത്തിച്ചോ എന്നറിയാതെ ഒരു ജീവിതകാലം മുഴുവൻ തന്റെ മകനെ അന്വേഷിച്ച് വാർദ്ധക്യത്തെ തോൽപ്പിച്ച് ഓടുന്ന പിതാവിന്റെ അനുഭവക്കുറിപ്പാണ്. 2003 അദ്ദേഹം മരണപ്പെട്ടു പോയി. ആ പുസ്തകത്തിൽ വായിച്ച വരികൾ ഇന്നും എന്റെ മനസ്സിൽ തെളിഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. കേറാവുന്ന വാതിലുകൾ മുഴുവൻ അദ്ദേഹം കയറി. അന്ന് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഓട്ടത്തെ വിശേഷിപ്പിച്ചത് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ സ്വന്തം മകനെന്നറിയാതെ കാലുവെന്ത നായയെ പോലെ കോടതികളിലേക്കും നിയമപാലകരുടെ മുമ്പിലേക്കും രാഷ്ട്രീയക്കാരുടെ അടുക്കലേക്കും നിൽക്കാതെ ഓടുന്ന ഒരു അച്ഛനെ കുറിച്ച്, ഈശ്വര വാര്യരെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ എഴുതി. അദ്ദേഹം ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എഴുതുന്നുണ്ട്. ഒരു അച്ഛൻ ആരായിരിക്കും, ഒരു അമ്മ ആരായിരിക്കും, ഒരു വാപ്പയാരാണ്, ഒരു ഉമ്മയാരാണ് എന്ന് മനസ്സിലാക്കാൻ ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയ വാക്കുകൾ തന്നെ ധാരാളം. അദ്ദേഹം പറയുകയാണ്, എന്റെ മകനെ കാണാതായി, കാലങ്ങളോളം ഞാൻ അന്വേഷിച്ചു, പക്ഷെ എന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പോയിന്റെ വാതിൽ തുറന്നിട്ടിട്ട് എന്റെ മകന്റെ വരവും കാത്ത് വർഷങ്ങളോളം ഞാൻ ഉറക്കമൊഴിച്ച എന്റെ ദിവസങ്ങൾ. ഞാൻ എന്റെ ഭാര്യയോട് എന്നും പറയും, രാത്രിയിൽ ഒരില ചോറ് മാറ്റി വെച്ചേക്കണം, നമ്മളുടെ മകൻ എന്നെങ്കിലും വരും. 30 വർഷത്തിന്റെ മുകളിൽ ആ അച്ഛൻ ഓടി മകനെ കണ്ടെത്തുന്നതിന് വേണ്ടി. വാർദ്ധക്യത്തിന്റെ ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അധികാര കസേരകൾ മാറി മാറി അധികാരികളുടെ മുമ്പിലേക്ക് ഓടിയ ഒരച്ഛൻ അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ച് എഴുതുന്നു. മകനെ കാണാതെ പോയതിനു ശേഷം സമനില തെറ്റിപ്പോയി. നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ വാപ്പയുടെയും ഉമ്മയുടെയും മുഴുവനും എല്ലാം നമ്മളായിരുന്നു ഒരു കാലത്ത്. ഇന്നും അത് നമ്മളാണ്. നമ്മളുടെ നാവിൽ നിന്ന് വരുന്ന ഒരു കുത്തുവാക്ക് പോലും അവർക്ക് താങ്ങാൻ സാധിക്കുകയില്ല. നമ്മളുടെ നാവിൽ നിന്ന് വരുന്ന ഒരു മോശ സംസാരം പോലും നമ്മളുടെ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിന്റെ വെളിച്ചം കെടുത്തി കളയും. ഈശ്വര വാര്യർ ആ പുസ്തകത്തിൽ എഴുതുന്നു, അവന്റെ അമ്മ അന്ന് മുതൽ മാനസിക നില തെറ്റിപ്പോയി. എപ്പോഴൊക്കെ ഞാൻ എന്റെ ജോലി കളഞ്ഞ് മകന് വേണ്ടിയുള്ള അന്വേഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ആ അമ്മ എന്നും എന്റെ കയ്യിൽ നിന്ന് എന്റെ ഭാര്യ 10 രൂപ വാങ്ങി വെക്കും. ആ 10 രൂപയും കൊണ്ട് അടുത്ത കടയിലേക്ക് പോയി ബിസ്ക്കറ്റ് വാങ്ങി കുറെ ദിവസം കാത്തിരിക്കും. കാത്തിരുന്ന ആ ബിസ്ക്കറ്റ് കേടാകുന്ന സമയമാകുമ്പോ ആർക്കെങ്കിലും എടുത്തു കൊടുക്കും, വീണ്ടും ഇങ്ങനെ വാങ്ങും. 24 വർഷം നമ്മൾ ആലോചിച്ചു നോക്കണം. 24 വർഷം തന്റെ മകനു വേണ്ടി മരിച്ചുപോയ, പോലീസ് പഞ്ചസാരയിട്ട് പച്ചയ്ക്ക് കത്തിച്ചു കളഞ്ഞ രാജൻ എന്ന മകനു വേണ്ടി 24 വർഷം ഒരമ്മയ്ക്ക് 10 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് കാത്തിരിക്കാൻ സാധിച്ചു എങ്കിൽ ഇത് രാജന്റെ അമ്മയുടെ കഥയല്ല. എന്റെയും നിങ്ങളുടെയും ഉമ്മയുടെ മനസ്സതായിരുന്നു. എന്റെയും നിങ്ങളുടെയും ഉമ്മയ്ക്ക് നമ്മളോടുള്ള സ്നേഹം അതായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അവസാനം ഈശ്വര വാര്യർ അതിൽ എഴുതുന്നുണ്ട്, രാജന്റെ അമ്മ മരിക്കുന്ന സമയത്ത്, മരിക്കുന്നതിന് ദിവസങ്ങൾ മുമ്പ് ഈശ്വര വാര്യർ ഭാര്യയെ കാണുന്നതിന് വേണ്ടി പോകുന്ന സമയത്ത് കയ്യിലേക്ക് പിടിച്ചിട്ട് പറയും, ഇനി വരുമ്പോഴെങ്കിലും നമ്മുടെ മകനെ കൊണ്ടുവരുമോ എന്ന് ആ അമ്മ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ അമ്മ തന്റെ കിടക്കയുടെ അടിയിൽ നിന്നൊരു പൊതി എടുക്കുന്നു. പൊതി എടുത്തിട്ട് ഈശ്വര വാര്യരുടെ കയ്യിലേക്ക് വെച്ചിട്ട് പറയുന്നു, ഇതെന്റെ സമ്പാദ്യമാണ്. അത് തുറന്നു നോക്കുമ്പോ ജീവിതത്തിൽ എപ്പോഴോ ശേഖരിച്ചു വെച്ച സാധനം വാങ്ങിയിട്ട് ബാക്കി കിട്ടിയ ചില്ലറ നാണയങ്ങളായിരുന്നു. ഇതെന്റെ സമ്മാനമാണ്, എന്റെ സമ്പാദ്യമാണ്. എനിക്ക് നിങ്ങളെ മാത്രമേ ഈ ലോകത്ത് വിശ്വാസമുള്ളൂ. നമ്മളുടെ മകൻ വരുമ്പോ ഇത് നമ്മളുടെ മകന് കൊടുക്കണമെന്ന് പറഞ്ഞ് മരണത്തിലേക്ക് 24 വർഷം ഒരമ്മ മകന് വേണ്ടി രാത്രിയിൽ ഒരല ചോറുമായി കാത്തിരുന്നു എങ്കിൽ, 24 വർഷം ബിസ്ക്കറ്റ് വാങ്ങി തന്റെ മകനെ കാത്തിരുന്നു എങ്കിൽ, 24 വർഷം ഒരച്ഛൻ ഉറങ്ങാതെ വീട്ടിന്റെ വാതില് തുറന്ന് ഉമ്മറപ്പടിയിൽ തന്റെ മകൻ വരുമോ എന്ന് കാത്തിരുന്നു എങ്കിൽ, ഇത് രാജന്റെ അച്ഛന്റെയും അമ്മയുടെയും കഥയല്ല. എനിക്കും നിങ്ങൾക്കും ഇത് സംഭവിച്ചിരുന്നു എങ്കിൽ എന്റെയും നിങ്ങളുടെയും മക്കൾ, എന്റെയും നിങ്ങളുടെയും മാതാപിതാക്കൾ നമുക്ക് വേണ്ടിയും ഇതുപോലെ കാത്തിരിക്കുമായിരുന്നു. അല്ലാഹു തആല പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ചെയ്താലും നന്ദിയാവുകയില്ല. അനിഷ്കുർലി വലി വാലിദൈ, എനിക്കും മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി കാണിക്കണം. ഒരു മനുഷ്യന് ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? പട്ടാമ്പിയില് ബഷീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വത്തിന് വേണ്ടി സ്വന്തം ഉമ്മയെ പട്ടാമ്പി പാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തെള്ളിയിട്ട് കൊല്ലാൻ നോക്കി. അവസാനം മണൽ വാരുന്ന ആളുകള് അത് കണ്ടിട്ട് അവരെ രക്ഷിച്ചു.
പോലീസ് പ്രതിയായ മകനെ അറസ്റ്റ് ചെയ്ത് ഉമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിച്ചു, ഉമ്മ, ഇവൻ തന്നെയല്ലേ നിങ്ങളെ തെളിയിട്ടത് എന്ന് ചോദിക്കുമ്പോ, എന്റെ കുഞ്ഞിന് അറിവില്ലായ്മ കൊണ്ട് അബദ്ധം പറ്റിയതാണ്, അവനെ നിങ്ങളൊന്നും ചെയ്യരുതേ എന്ന് സ്വന്തം ജീവൻ എടുക്കാൻ നോക്കിയ മകന്റെ മുമ്പിൽ ഒരു ഉമ്മയ്ക്ക് പറയാൻ സാധിക്കുമെങ്കിൽ നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ എത്ര അനുഭവിച്ചാലും, നമ്മൾ എത്ര നന്ദി ചെയ്താലും നമുക്ക് നമ്മളുടെ മാതാപിതാക്കളുടെ സ്നേഹത്തെയും അവരോട് നമുക്കുള്ള കടപ്പാടുകളെയും നമുക്ക് അളക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട്